പക്ഷെ ഈ അനന്തം ഉണ്ടല്ലോ, അനന്തോന് അങ്ങനെ ഒന്നും ഒരു നോട്ടം ഇല്ല ചേച്ചി. കൂട്ടുകാരുടെ കൂടെ ഒരൊറ്റ പോക്കങ്ങ് പോകും. ഞാൻ വരുന്നോന്ന് പോലും ചോദിക്കാറില്ല. സത്യം പറഞ്ഞാൽ വഴക്ക് പിടിച്ചിട്ട് എന്നെ ഇപ്പൊ ഒരു സിനിമയ്ക്കെങ്കിലും കൊണ്ടുവന്നത്. പുള്ളിക്കാണെങ്കിൽ കൂട്ടുകാരോട് സിനിമയ്ക്ക് പോകുന്ന കൂടുതൽ ഇഷ്ടം. അത് നിന്നെ കൊള്ളാഞ്ഞിട്ടാ. നീ ഇതിനതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നേ? കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പ്രശാന്തേട്ടൻ ഒരു വകയ്ക്ക് സ്നേഹിക്കാറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പിടിച്ച പിടിയാല പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്ന് വേറൊരു വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോഴാ എല്ലാം ശരിയായത്. ഇപ്പൊ അങ്ങേർക്ക് ഞാനും മക്കളില്ലാണ്ട് ഒരു ലോകമില്ല, അറിയോ? ഓ, ഈ അനന്ത് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ചേച്ചി. എടി, നമ്മള് ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് 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 മനസ്സിലങ്ങോട്ട് കയറി കുത്തിയിരിക്കണം. എന്നിട്ട് അവരെ വരുതിയിലാക്കണം. എന്നാലേ നമ്മൾ വരച്ച വരയിൽ അവർ നിൽക്കുള്ളൂ. അതെ, നമ്മൾ അവരെ വിട്ടു പോകുന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിലുണ്ടാക്കണം. ഓ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല ചേച്ചി. ഇനിയിപ്പോ വെച്ചാൽ തന്നെ പുള്ളിയോട്ട് നിന്ന് തരാറുമില്ല. എടി, അത് നീ അവന്റെ കുടുംബത്തിൽ തന്നെ താമസിക്കുന്നോണ്ടാ. നീ അവനെ വിളിച്ചത് മാറി താമസിച്ചു നോക്കിയേ, അപ്പ അറിയാ വിവരം. പിന്നെ അവൻ നിന്റെ പുറകീന്ന് മാറില്ല. അതൊന്ന് ആലോചിക്കാവുന്നതാണ്. ആലോചിക്ക